ഹലോ മക്കളെ, നമ്മുടെ പയ്യൻ ഇപ്പോൾ എന്താണ് അങ്ങനെ വെച്ചെന്നറിയാമല്ലോ. ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായോ? ചിറ്റാമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മൾ. നിറയെ കണ്ണിമാങ്ങയാണ് കേട്ടോ. നിറയെ കണ്ണിമാങ്ങ കിടക്കുന്നത് കണ്ടോ? അതും മാവിന് താഴെ പൂക്കാനാണ് തോന്നിയത്, അതിന് മേളിൽ പൂക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ പിള്ളേർ വന്നിട്ട് അതേ കയ്യെത്തും ദൂരത്ത് കണ്ടോ, ഒരാൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് ഫാമിൽ കൃഷിക്കാർ നടക്കുന്ന പോലെ അങ്ങ് നടക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ചുറ്റുപാട്. പാടമൊക്കെ ഉണ്ട്, അവിടെ പശുവൊക്കെ ഉണ്ട്. ഇതേ കിടക്കുന്നു നമ്മുടെ കണ്ണിമാങ്ങകൾ. മുകളിലും താഴെയൊക്കെ ആയിട്ടുണ്ട്, എന്നാലും താഴെയാണ് കൂടുതലും കേട്ടോ. പിള്ളേരെ വശീകരിക്കാനായിട്ടാണ് ഈ കണ്ണിമാങ്ങ പൂത്തിരിക്കുന്നതെന്ന് തോന്നുന്നു, മാവ് പൂത്തിരിക്കുന്നത്. പിള്ളേരെ കാണുമ്പോൾ പിള്ളേരെ പിടിക്കുമല്ലോ, അവത്തെല്ലാം പിടിച്ച് അപ്പോൾ തന്നെ പറിച്ചെടുക്കാൻ പറ്റും. അത്രയ്ക്കും താഴെയാണ് കിടക്കുന്നത്. നമ്മുടെ പയ്യനിവിടെ ഈ കൈവരണ്ടിയായിട്ടൊക്കെ നടന്നങ്ങ് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അടുത്താടതേ ഗ്ലൗസൊക്കെ ഇട്ട് കൃഷിയിൽ ഏർപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലിയായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇഷാനി മൂപ്പ് നോക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ. കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് കണ്ണിമാങ്ങയൊക്കെ പിടിച്ച് നോക്കുവാണ്. ചിറ്റാമ്മ ഇടയ്ക്ക് വന്ന് വഴക്കിടുന്നുണ്ട്, കണ്ണിമാങ്ങ പിടിക്കല്ലേ എന്ന് പറയുമ്പോൾ അവർ പിടിച്ച് നോക്കുന്നു. എന്ത് രസലതേ കണ്ടോ, ഇതൊക്കെ പറഞ്ഞു തരുവാണതേ. കണ്ണിമാങ്ങ കണ്ടോ, കണ്ടോ, ഇത്രയും അടുത്താണ്. എൻ്റെ മാവേ നീ താഴെ പൂത്തു അല്ലേ? നിനക്ക് വേണ്ടായിരുന്നോ ഈ കണ്ണിമാങ്ങ? അത് മൂപ്പെത്തും മുമ്പ് മിക്കവാറും എല്ലാവരുടെ വായിലാകും. ഇതാ പശു നിൽക്കുന്നുണ്ടോ? ദേ അടുത്ത ചെടിയൊക്കെ പരിശോധിച്ച് നോക്കുവാണ് നമ്മുടെ കൃഷിക്കാർ. ഇത് കണ്ടോ, ഇതെന്തിൻ്റെ കായാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് കഴിക്കാൻ പറ്റുന്നതാണോ, പയറാണോ, ബീൻസാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം, എന്തിൻ്റെ കായാണെന്ന്. ഓക്കെ, ലൈക്ക് ഷെയർ.